ഓക്കെ, ഞാൻ ഉനൈസ്, ഞങ്ങളെ സ്ഥിരം ടീമാണ്. പിന്നെ ഇന്ന് അബ്ദുൽ സഫീഖും ഉണ്ട്. ഇന്ന് ഞങ്ങൾ കക്കാടംപൊയിൽക്കൂടെ തുഷാരഗിരി അഥവാ മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ വയനാട് ജില്ലയുടെ അതിർത്തി ഭാഗങ്ങളായ പശ്ചിമഘട്ട മലനിരകൾക്ക് ചേർന്നുള്ള ഗ്രാമങ്ങളിലൂടെ ഞങ്ങൾ പോവുകയാണ്. വളരെ രസകരമായൊരു യാത്രയായിരിക്കും, അത് സംശയമില്ല. കാരണം മുമ്പ് നമ്മൾ പോയത് തന്നെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മഴക്കാലം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല വെള്ളവും അരുവിയും തോടും പോയി നമുക്ക് ഞങ്ങൾ കരിക്കുക മയിലാടി പാലം. അപ്പോൾ നല്ലൊരു അനുഭൂതിയായിരിക്കും യാത്ര. റോഡൊക്കെ ഇപ്പോൾ നന്നായിട്ടുണ്ട്, പഴയ പോലെ നല്ല റോഡൊക്കെ സൂപ്പറാണ്. ചാലിയാർ പഞ്ചായത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ വളരെ രസകരമാണ്. ഈ ഭാഗത്തൊക്കെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നല്ല റോഡ്, നല്ല ക്ലൈമറ്റ്, നല്ല ഒരു സമശീതോഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുളിരുള്ള കാറ്റ്, നല്ല തണുപ്പ്. ഓക്കെ, വലിയ തണുപ്പല്ല, നല്ല തണുപ്പ്. നമ്മുടെ അമൽ കോളേജിൻ്റെ ഏരിയ, അമൽ കോളേജാണ്. ഓക്കെ, നമ്മളെ ഫയർഫോഴ്സ് ജീവനക്കാരൻ നടത്തും. അതുപോലെ നമ്മളെ ഗൾഫ് ഷെഫിക് ബൈ അങ്ങനെ ആളുകളുണ്ട്. അകമ്പാർക്ക് ഇവിടെ നാട്യമാർക്ക് തിരുന്നൊരു ജംഗ്ഷൻ പോയി എരഞ്ഞിമങ്ങാടാണ്, അകമ്പാടല്ലോ, എരഞ്ഞിമങ്ങാട് എത്തിക്കുള്ളൂ. ഓക്കെ, കാരണം സ്പേസ് ഇല്ല നമ്മുടെ വഴി ലെഫ്റ്റ്. ഓക്കെ, കിട്ടുന്നോ? ഇവിടെ മുളങ്കാടായിരുന്നു. മുളങ്കാട് പോയി സൈഡ് ലെഫ്റ്റ് വന്നു. മുളങ്കാട് പോയപ്പോൾ അതിന് ഇല്ലിക്കൂട്ടങ്ങളായി മാറി. മുളയൊക്കെ പോയി. ഇനിയത് ഇല്ലിക്കൂട്ടങ്ങളാണ്. അപ്പോൾ ഇത് വലിയ മുള ആകാനുള്ള സാധ്യത ഇല്ലാത്തതാണ് തോന്നുന്നത്. പക്ഷെ കൂടുതലായിട്ടുള്ളൊരു രാഷ്ട്രീയ വിവരം നമുക്ക് അത് ഇതും വളരെ രസകരമാണ്. നിലമ്പൂർ ഏരിയ എന്തുകൊണ്ടും മനോഹരമാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ആളെ മനസ്സിലായില്ലേ? കുരിശുപാറയാണത്. ഏകദേശമല്ല, അപ്പം മൂലേപ്പാടം പാലത്തിൻ്റെ അടുത്ത് എത്തിയ. ഇനി നമ്മൾ ഫോറസ്റ്റിലാണ് പ്രവേശിക്കുന്നത്. ഏകദേശം അത് പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട്, ഇല്ലാന്നല്ല. ഒരു ഭാഗം പ്രൈവറ്റാണ്, വലതുഭാഗം ഫോറസ്റ്റുമാണ് കാര്യമായിട്ട്. ഇതാണ് മൂലേപ്പാടം പാലം. ഒരുപാട് കാലം പണി പൂർത്തിയാകാതെ പകുതിയായി കടന്നൊരു പാലാണ്. ഈ പാലം വന്നതോടുകൂടിയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ അഥവാ കോഴിക്കോട് ജില്ലയിലൂടെ ചുറ്റി ചാലിയാർ പഞ്ചായത്തിലേക്ക് വരേണ്ടിയിരുന്ന വെണ്ടേക്കംപോയിൽ മുതലുള്ള ആളുകൾക്ക് ഒരു യാത്രാ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് ഈ പാലം വന്നതോടുകൂടിയാണ്. ഓക്കെ, ഇനി നമ്മൾ കയറാണ്. ചുരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. आंसू छुपा के रखा।
तुमसे नाराज नहीं जिंदगी हैरान हूँ मैं हो हैरान അടിപൊളി വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ. അപ്പൊ ഈ കാണുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, നല്ല പച്ചപ്പിന്റെ പ്രത്യേകത ആ ഭാഗത്ത് അതിന്റെ പ്രത്യേകത അത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, നിത്യഹരിതവനാണ്. ഏത് വേനൽക്കാലത്തും ആ കാടിനുള്ളിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ പച്ചപ്പ് എല്ലാ കാലത്തും പച്ചപ്പിക്ക റോഡെല്ലാം കാട് കാണിക്കും. അടിപൊളി സ്ഥലമാണ്. ഏത് കാലത്ത് നിങ്ങൾ വന്നോളി, ഏത് നട്ട വേനൽ അങ്ങനെ പറയാലോ. അതായത് ജൂൺ ജൂലൈ അല്ല, മാർച്ച് ഏപ്രിൽ മെയ് വന്നോളി പച്ചപ്പിക്കറ. നമ്മളെ ദൂരം നിന്ന് നോക്കിയാൽ അവിടുത്തെ പച്ചപ്പുല്ല് കാണില്ലേ. അപ്പൊ നമ്മളെ വിചാരം അത് ആടും നിലം പറ്റി കിടക്കണമെന്നല്ലേ കരുതുക. ആക്ച്വലി അങ്ങനെയല്ല, അത് ഇതേമാർക്കുള്ള പുൽമേടാണ്, പുൽമേടുകൾ. ആ കാണുന്ന പുൽമേട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇത്ര വലിയ പുല്ല് കാണാൻ പറ്റും. तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। तुम्हारे होठों की सुर्खियों से, तुम्हारे होठों की सुर्खियों से वफा की शबनम छलक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। हमारी सांसों को छू के देखो, हमारी सांसों को छू के देखो, तुम्हारी खुशबू महक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। कसम खुदा की यकीन कर लो, कसम खुदा की यकीन कर लो, कहीं भी ना होगा हुस्न ऐसा। न देखो ऐसे झुका के पलके, न देखो ऐसे झुका के पलके, हमारी नीयत बहक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही है। കക്കാടംപൊയിലിന് കൂടരഞ്ഞി പഞ്ചായത്തിലുള്ളൊരു വെള്ളച്ചാട്ടമാണ്. വേനൽക്കാലത്ത് അത്ര കാണാൻ കഴിയില്ല. അടിപൊളി സൈറ്റ്. എന്ത് സൂപ്പർ വ്യൂ, ഇത് സൂപ്പറാണ്. ഈ സമയത്ത് देखा अजब सी चाहत झलक रही है। तुम्हारी नजर
अजब सी चाहत झलक रही है। तुम्हारे होठों की सुर्खियों से तुम्हारे होठों की सुर्खियों से वफा की शबनम छलक रही है। तुम्हारी नजरों में हमने देखा अजब सी चाहत झलक रही। നല്ല അടിപൊളി സ്ഥലമാണ്. വേനൽക്കാലത്ത് ഉണ്ടാവില്ല, ഒള്ളി മഴക്കാലം. നോക്ക്. ആ ഓക്കെ ഓക്കെ. അപ്പൊ രസകരമായ സ്ഥലം. പക്ഷെ ഡേഞ്ചറാണ്, ചെറിയ ഭയം ആശങ്കയ്ക്കുള്ളിലുണ്ട്. തെപ്പിക്കോട് പോയല്ലോ, ഞാൻ സമാധാനം പറഞ്ഞിട്ട് വരും. നല്ല അടിപൊളി സ്ഥലമാണ്. താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വരാം. വേനൽക്കാലത്ത് കാണൂല കേട്ടോ, മഴക്കാലത്ത് മാത്രമേ കാണുള്ളൂ. ഇന്നെ കണ്ടോളൂ. വീഡിയോയിൽ ഇങ്ങനെ കാണാത്ത കുറച്ച് പേരുണ്ട്. അടിപൊളി 15 സെക്കൻഡ് വീഡിയോയിലെല്ലാം. ഇതാണ് അതിന്റെ മറ്റൊരു വ്യൂ ഉണ്ടോ, മറ്റൊരു വ്യൂ ആണ്. അതിന്റെ ഡെപ്താണ് കാണുന്നത്. അടിയൊന്നും കാണില്ല. എത്ര ആയതിന് നമുക്കതിനെ അറിയില്ല. എന്തായാലും ഒരു 10-150 അടി എന്തായാലും ഉണ്ടാവും. 100 അടി ആവില്ല. 100 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഒരു തള്ളലാവും. അതുകൊണ്ട് നമ്മളെ തള്ളണില്ല. ഇതുവാണെടുക്കല്ലേ? ആ ഓക്കെ. ബൈക്കുണ്ട് കേട്ടോ. ഇനി വേണ്ട, എത്തി വേണ്ട. मंजिल पे पहुंचते देखा नहीं, बस दौड़ती फिरती रहती है। हमने तो ठहरते പള്ളിമ്മ കൂടെ ഒക്കെ കയറുന്നു കേട്ടോ. इस अजनबी രസമാണ്.
शहर में जाना पहचाना ഫോണ് ചാടൂല. ഞാൻ വീണാലും ഫോൺ നോക്കൂല. ഞാൻ ഇവിടെ വീണാലും വലിയൊരു പ്രശ്നമില്ലാതെ അങ്ങനെ എത്തിട്ടോ. അങ്ങനെ ഞങ്ങള് കുട്ടിമാനും ഞാനും കേട്ടോ മറ്റുള്ള രണ്ടാളും പോകുന്നില്ല. എക്സ്പ്ലോർ ചെയ്തു. ആരും പോകാത്ത വഴിയാണ് തോന്നുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഈ മോർണിംഗ് വാക്കിങ് വല്ലാതെ ഉപകാരപ്പെട്ടു. അല്ലെങ്കിൽ ശ്വാസം നീങ്ങിട്ട് അവിടെ വീണിന്. ഈ വീട് എനിക്ക് അയച്ചെടുക്കുന്നതാണ്. വീട് എനിക്ക് ഈ വീട് എനിക്ക് അയച്ചേരണം പറയാം. എന്താ സ്ഥലം? അല്ല നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നുണ്ടേ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലോറിങ് കഴിഞ്ഞ് മെയിൻ റോഡ് കണ്ടില്ലേ? ഓക്കെ.